വെൽക്കം ടു ബിടെക് മെഡിസി. നമ്മൾ ഇന്നിവിടെ 2024 സ്കീമിൻ്റെ ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന പേപ്പറിൻ്റെ സിലബസ് ഓവർവ്യൂ, അതായത് ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ സിലബസ് ഓവർവ്യൂ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പേപ്പർ അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഗ്രൂപ്പ് എയ്ക്കും ഗ്രൂപ്പ് ബിക്കും കോമൺ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. S1 2024 സ്കീം KTU BTech സ്റ്റുഡൻസിൻ്റെ ഗ്രൂപ്പ് എയിലും ഗ്രൂപ്പ് ബിയിലും ഉള്ള കുട്ടികൾക്ക് കോമൺ ആയിട്ടുള്ള ഒരു പേപ്പറാണ് ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ആദ്യത്തെ 2 മൊഡ്യൂൾസ് ആണ്. അപ്പോൾ ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്നത് 2019 സ്കീം പ്രകാരമുള്ള ബിടെക് കോഴ്സുകളാണ്. ഓക്കെ, അപ്പോൾ 2019 സ്കീമിൽ നമ്മളുടെ ഈ ഒരു പേപ്പറിന് മൊത്തം 6 മൊഡ്യൂൾസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ 2024 സ്കീമിൽ ഈ 6 മൊഡ്യൂൾസ് എന്നുള്ളത് ഇപ്പോൾ ടോട്ടൽ 4 മൊഡ്യൂൾസ് ആയിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ 4 മൊഡ്യൂൾസിൽ 2 മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗും ബാലൻസ് 2 മൊഡ്യൂൾസ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൻ്റെയും ഇൻട്രൊഡക്ഷൻ ആയിരിക്കും പഠിക്കുന്നത്. അപ്പോൾ ഈ പേപ്പർ എന്ന് പറയുന്നത് ഗ്രൂപ്പ് എ സ്റ്റുഡൻസിനും ഗ്രൂപ്പ് ബി സ്റ്റുഡൻസിനും കോമൺ ആയിട്ടുള്ള പേപ്പറാണ്. അതേപോലെ ഈ പേപ്പറിൻ്റെ ടോട്ടൽ ക്രെഡിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ മാക്സിമം ക്രെഡിറ്റ് ആയിട്ടുള്ള 4 ആണ്. അതേപോലെ ഇത് നമ്മളുടെ കണ്ടിന്യൂസ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് 40 മാർക്സും, അതേപോലെ നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാം അപ്പിയർ ചെയ്യുമ്പോൾ അതിൻ്റെ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 60 ആയിരിക്കും. ഇൻ ടോട്ടൽ 100 മാർക്സിനുള്ള എക്സാം. ഓക്കെ, ഇങ്ങനെയായിരിക്കും. അതേപോലെ നമ്മതിൻ്റെ എക്സാം അവേഴ്സ്, നമ്മുടെ ടോട്ടൽ അവർ എന്ന് പറയുന്നത് 2.5 അവർ ആയിരിക്കും. ഈ 60 മാർക്സിൻ്റെ എക്സാം എന്ന് പറയുന്നത് അതിന് നമുക്ക് തന്നിരിക്കുന്ന ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2.5 അവേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് പറയാനുള്ള ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി നേരെ എന്താണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഇത് തന്നിരിക്കുന്നതാണ് നമ്മുടെ മൊഡ്യൂൾ 1ൻ്റെ സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ്, എലമെന്ററി കൺസെപ്റ്റ്സ് ഓഫ് DC ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ്. ഇവിടെ നമ്മുടെ ഈ എലമെന്ററി കൺസെപ്റ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് കറണ്ട് എന്ന് പറഞ്ഞാൽ, എന്താണ് വോൾട്ടേജ്, എന്താണ് പവർ, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് ബേസിക് ടെർമിനോളജീസ് ആണ് നമ്മൾ ഒരു ക്ലാസ്സിൽ തുടങ്ങുന്നത്. നമ്മൾ ആദ്യം അത് പറഞ്ഞിട്ടാണ് പിന്നെ എന്തും പറയാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഒരു കറണ്ട് എന്ന് പറഞ്ഞാൽ, എന്താണ് വോൾട്ടേജ്, എന്താണ് പവർ, ഇതിനെ പറ്റിയൊക്കെയുള്ള ഒരു ബേസിക് ഐഡിയ നമ്മൾ പഠിച്ചു വന്നതാണെങ്കിൽ പോലും എല്ലാവരും ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്തെടുക്കും. ഓക്കെ, അതിനുശേഷം നമ്മളുടെ ആസ് പെർ അവർ സിലബസ് നമ്മളുടെ മെയിൻ പാർട്ടിലേക്ക് കടക്കുന്നത് കറണ്ട് ആൻഡ് വോൾട്ടേജ് ഡിവിഷൻ റൂൾ വെച്ചിട്ടാണ്. ഓക്കെ, എങ്ങനെയാണ് ഒരു സർക്യൂട്ടിൽ അല്ലെങ്കിൽ ഒരു ക്ലോസ് സർക്യൂട്ട് അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിൽ എങ്ങനെയാണ് നമ്മൾ കറണ്ട് ഡിവിഷൻ റൂളും വോൾട്ടേജ് ഡിവിഷൻ റൂളും അപ്ലൈ ചെയ്യുന്നത്, അതിൻ്റെ ഇക്വേഷൻസ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ മെയിനായിട്ട് ഇതിനകത്ത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു നെറ്റ്വർക്ക് തന്നാൽ അല്ലെങ്കിൽ ഒരു സർക്യൂട്ട് തന്നാൽ ആ സർക്യൂട്ടിലുള്ള കമ്പോണൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജും കറണ്ടും എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം, അതിൻ്റെ കണ്ടുപിടിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള ഒരു മെത്തേഡാണ് കറണ്ട് ആൻഡ് വോൾട്ടേജ് ഡിവിഷൻ റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യം എന്താണ്? ഫസ്റ്റ് പഠിക്കുന്നത് എന്താണ് കറണ്ട് ആൻഡ് വോൾട്ടേജ് ഡിവിഷൻ റൂൾ. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് റിലേറ്റീവ് പൊട്ടൻഷ്യൽ കപ്പാസിറ്റേഴ്സ് ആൻഡ് ഇൻഡക്ടേഴ്സ്. ഓക്കെ, എന്താണ് കപ്പാസിറ്റർ എന്നും എന്താണ് ഇൻഡക്ടർ എന്നും നമ്മൾക്ക് ഓൾറെഡി അറിയാം. അത് ഒന്നും കൂടി, എന്താണ് കപ്പാസിറ്റർ, എന്താണ് ഇൻഡക്ടർ, ഇനി എങ്ങനെയാണ് അതിൻ്റെ VI ക്യാര, കപ്പാസിറ്ററിൻ്റെയും ഇൻഡക്ടറിൻ്റെയും റെസിസ്റ്ററിൻ്റെയും ഒക്കെ VI ക്യാര എങ്ങനെയാണ്, അതേപോലെ എനർജി സ്റ്റോർഡിൻ്റെ കപ്പാസിറ്റർ, നമ്മൾ ഒരു എനർജി സ്റ്റോർഡിൻ്റെ കപ്പാസിറ്ററിനെ നമുക്ക് EC എന്ന് വിളിക്കാം. അതേപോലെ എനർജി സ്റ്റോർഡിൻ്റെ ഇൻഡക്ടറിനെ നമുക്ക് EI എന്ന് വിളിക്കാം. അപ്പോൾ ഇതിന് രണ്ടിനും ഓരോ ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസ് എന്താണെന്നും പഠിക്കും. ഓക്കെ, ദെൻ നമ്മൾ നേരെ പോകുന്നത് പണ്ട് തൊട്ടേ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. എന്താണ് ഓംസ് ലോ എന്നുള്ള കാര്യം നമ്മൾ പണ്ട് തൊട്ടേ ചെറിയ ക്ലാസ് തൊട്ടേ പഠിക്കുന്നതാണ്. അപ്പോൾ എന്താണ് ഓംസ് ലോ, അതേപോലെ എന്താണ് കിർച്ചോഫ്സ് ലോ,
എന്താണ് കിർച്ചോഫ്സ് ലോ. ഇതെല്ലാം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതായത് +2 നിങ്ങൾ പഠിച്ച് വന്ന ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇനി കിർച്ചോഫ് ലോ തന്നെ 2 ലോ ഉണ്ട്. കിർച്ചോഫ് കറണ്ട് ലോയും ഉണ്ട്, ദെൻ കിർച്ചോഫ് വോൾട്ടേജ് ലോയും ഉണ്ട്. അപ്പോൾ ഈ 2 ലോസ് വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസും നമുക്ക് ചെയ്യാനുണ്ടാവും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് സ്റ്റാർ ഡെൽറ്റ കൺവേർഷൻ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മളുടെ ഒരു നെറ്റ്വർക്കിനെ നമുക്ക് 2 രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം. ഒന്ന് ഡെൽറ്റ ആയിട്ടും കണക്ട് ചെയ്യാം, അതേപോലെ സ്റ്റാർ രീതിയിലും കണക്ട് ചെയ്യാം. എങ്ങനെയാണ് ഒരു ഡെൽറ്റ നെറ്റ്വർക്കിനെ ഒരു സ്റ്റാർ നെറ്റ്വർക്കിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്, ഒരു സ്റ്റാർ നെറ്റ്വർക്കിനെ ഒരു ഡെൽറ്റ നെറ്റ്വർക്കിനകത്ത് എങ്ങനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്? ഇതിനകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇതിനകത്ത് കപ്പാസിറ്റൻസോ കപ്പാസിറ്ററോ ഇൻഡക്ടറോ ഒന്നുമില്ല, ഉള്ളി റെസിസ്റ്റീവ് നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഡെൽറ്റ നെറ്റ്വർക്കിനെ അല്ലെങ്കിൽ സ്റ്റാർ നെറ്റ്വർക്കിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളത് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ ഡെറിവേഷൻസിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല. ഓക്കെ, പക്ഷേ ഇതിൻ്റെ ഇക്വേഷൻസ് ഒന്നും കാണാതെ പഠിച്ചു വെക്കരുത്. അത് നമ്മൾ മനസ്സിലാക്കി പഠിക്കാൻ ഒരു ഡെറിവേഷൻ ഒന്നും വേണ്ട. എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് അല്ലാതെ തന്നെ ഈസി മെത്തേഡിലൂടെ പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഡെറിവേഷൻ ഇല്ലാതെ അതിൻ്റെ ഇക്വേഷൻസ് നമ്മൾ തനിയെ എഴുതാൻ പഠിക്കുക. അത് വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഇതാണ് നമ്മളുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ ബാക്കിയുള്ളത്. പിന്നീട് അനാലിസിസ് ഓഫ് DC ഇലക്ട്രിക് സർക്യൂട്ട്സ്. അതിൽ നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ മെഷ് കറണ്ട് മെത്തേഡ്. മെഷ് കറണ്ട് മെത്തേഡും ഉണ്ട്, അതേപോലെ തന്നെ നോഡ് വോൾട്ടേജ് മെത്തേഡും ഉണ്ട്. ഓക്കെ, അതായത് ഒരു മെഷിനകത്തുകൂടി പോകുന്ന കറണ്ട് കണ്ടുപിടിക്കുന്ന മെത്തേഡ് തന്നെയാണ് നമ്മൾ മെഷ് കറണ്ട് മെത്തേഡ് എന്ന് പറയുന്നത്. അതേപോലെ ഒരു നോഡിലുള്ള വോൾട്ടേജ് കണ്ടുപിടിക്കുക, അത് അങ്ങനെ നോഡിലെ വോൾട്ടേജ് കണ്ടുപിടിക്കുന്ന മെത്തേഡിനെ നമ്മൾ നോഡ് വോൾട്ടേജ് മെത്തേഡ് എന്നും പറയും. ഇനി ഈ 2 മെത്തേഡ്സും നമ്മൾ കിർച്ചോഫ് ലോവിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഒരു മെഷ് കറണ്ട് മെത്തേഡിൽ നമുക്കൊരു പ്രോബ്ലം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ KVL ആണ് അപ്ലൈ ചെയ്യുന്നത്, അത് കിർച്ചോഫ് വോൾട്ടേജ് ലോ ആണ് അപ്ലൈ ചെയ്യുന്നത്. അതേസമയം നോഡ് വോൾട്ടേജ് മെത്തേഡിൽ വോൾട്ടേജ് അക്രോസ് എ നോഡ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ KCL കിർച്ചോഫ് കറണ്ട് ലോ ആണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ലോസ് എല്ലാം അപ്ലൈ ചെയ്തുകൊണ്ട് വേണം നമ്മൾക്ക് മെഷ് കറണ്ട് മെത്തേഡും നോഡ് വോൾട്ടേജ് മെത്തേഡും ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ. നമുക്കറിയാം നമ്മളൊരു നെറ്റ്വർക്ക് നമുക്ക് തന്നിട്ടുണ്ട്, ആ നെറ്റ്വർക്ക് വെച്ചിട്ട് നമ്മൾ കുറച്ച് ഇക്വേഷൻസും, അതായത് നമ്പർ ഓഫ് ലൂപ്സ് വെച്ചിട്ട് നമ്മളൊരു കുറച്ച് ഇക്വേഷൻസ് എഴുതി. അപ്പം എത്ര അൺനോൺസ് ഉണ്ടോ അത്രയും ഇക്വേഷൻസ് ഉണ്ടെന്ന് നമ്മൾക്കറിയാം. നമ്പർ ഓഫ് അൺനോൺസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇക്വേഷൻസ് ആണെന്ന് നമുക്കറിയാം അല്ലേ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ ഇക്വേഷൻസിനെ മെട്രിക്സ് മെത്തേഡിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. അതാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സൊല്യൂഷൻ ഓഫ് നെറ്റ്വർക്ക് ഇക്വേഷൻ ബൈ മെട്രിക്സ് മെത്തേഡ്. എങ്ങനെയാണ് മെട്രിക്സ് മെത്തേഡ് വഴി ഇതിനെ നമ്മൾ സോൾവ് ചെയ്യുന്നത്? ഇതിനെ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ക്രാമേഴ്സ് റൂൾ. ക്രാമേഴ്സ് റൂൾ വെച്ചിട്ടാണ് നമ്മൾ ഈ മെട്രിക്സ് റെപ്രസെൻറ്റേഷനിലുള്ള ഇക്വേഷൻസിനെ സോൾവ് ചെയ്ത് നമ്മുടെ അൺനോൺസ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസും ആണ് നമ്മളുടെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ എലമെൻ്ററി കൺസെപ്റ്റ്സ് ഓഫ് മാഗ്നറ്റിക് സർക്യൂട്ട്സ്. ഇനി ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞെന്താണ്? ഇലക്ട്രിക് സർക്യൂട്ടിനെ പറ്റിയിട്ടാണ്. ഇലക്ട്രിക് സർക്യൂട്ട് എന്താണ്, ഒരു ഇലക്ട്രിക് സർക്യൂട്ടിനകത്തുള്ള കറണ്ട് എന്താണ്, വോൾട്ടേജ് എന്താണ്, പവർ എന്താണ്, അതേപോലെ എങ്ങനെയാണ് ഒരു ഇലക്ട്രിക് സർക്യൂട്ടിനകത്തോടി നമ്മൾ കറണ്ട് അതിൻ്റെ വോൾട്ടേജ് ഡിവിഷൻ റൂൾ വെച്ചിട്ട് കറണ്ടും വോൾട്ടേജും എലമെന്റ്സിന്റെ ക്രോസ് ആയിട്ടുള്ള കറണ്ടും വോൾട്ടേജും കണ്ടുപിടിക്കുന്നത്, എന്താണ് ഒരു കപ്പാസിറ്റർ, എന്താണ് ഒരു ഇൻഡക്ടർ, അതിനകത്തുള്ള എനർജി എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്, അതിൻ്റെ ഇക്വേഷൻ, ദെൻ ഓംസ് ലോ, കിർച്ചോഫ്സ് ലോ, അതേപോലെ റെസിസ്റ്റീവ് നെറ്റ്വർക്ക് മാത്രം ഉള്ള സ്റ്റാർ ഡെൽറ്റ കൺവേർഷൻ, ദെൻ നമ്മൾ മെഷ് കറണ്ട് മെത്തേഡും നോഡ് വോൾട്ടേജ് മെത്തേഡും യൂസ് ചെയ്ത് നമ്മൾ വോൾട്ടേജും കറണ്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, അവിടെ ഏത് കിർച്ചോഫ് ലോസ് ആണ് അപ്ലൈ ചെയ്യുന്നത്, ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസിനെ എല്ലാം എങ്ങനെയാണ് നമ്മൾ മെട്രിക്സിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് മെട്രിക്സ് റെപ്രസെൻറ്റേഷനിൽ കിടക്കുന്ന ഇക്വേഷൻസിനെ നമ്മൾ സോൾവ് ചെയ്യുന്നത്,
ബൈ യൂസിങ് ക്രാമേഴ്സ് റൂൾ വെച്ചിട്ട് എങ്ങനെയാണ് അത് സോൾവ് ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇലക്ട്രിക് സർക്യൂട്ട്സിലായിട്ട് പഠിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ നെക്സ്റ്റ് ഹാഫിൽ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് സർക്യൂട്ട്സിനെ പറ്റിയിട്ടാണ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചു വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ മാഗ്നറ്റിക് സർക്യൂട്ട്സ് എന്താണെന്ന് അറിയാം. ആ മാഗ്നറ്റിക് സർക്യൂട്ടിലുള്ള ബേസിക് ടെർമിനോളജി സച്ച് ആസ് മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് അല്ലെങ്കിൽ MMF, ഫീൽഡ് സ്ട്രെങ്ത്, ഫ്ലക്സ് ഡെൻസിറ്റി, ഇലക്ട്രിക് ഫ്ലക്സ്, റിലക്റ്റൻസ്, അങ്ങനെയുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് ടെർമിനോളജീസ്, ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ കൂടെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ബേസിക് ടെർമിനോളജി വെച്ചിട്ട് അതേപോലെ ഇപ്പോൾ ബേസിക് ടെർമിനോളജി ചോദിക്കുമ്പോൾ അത് എന്താണെന്ന് മാത്രം എഴുതിയാൽ പോരാ, അതിൻ്റെ ഇക്വേഷനും വിത്ത് യൂണിറ്റും കൂടി വേണം നമ്മൾ എഴുതാനായിട്ട്. ദെൻ കമ്പാരിസൺ ബിറ്റ്വീൻ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് സർക്യൂട്ട്സ്. ഇലക്ട്രിക് സർക്യൂട്ടും മാഗ്നറ്റിക് സർക്യൂട്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ കമ്പാരിസൺ. ദെൻ നമ്മൾ സീരീസ് ആയിട്ടും പാരലായിട്ടും നമ്മൾ മാഗ്നറ്റിക് സർക്യൂട്ട്സിനെ കണക്ട് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ കോമ്പോസിറ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ച്, അതായത് പല മെറ്റീരിയൽസ് യൂസ് ചെയ്ത് എങ്ങനെയാണ് നമ്മൾ സീരീസ് ആൻഡ് പാരലായിട്ട് മാഗ്നറ്റിക് സർക്യൂട്ട്സിനെ കണക്ട് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്തുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ന്യൂമറിക്കൽ പ്രോബ്ലംസിൻ്റെ ആവശ്യമില്ല എന്ന് നമ്മുടെ സിലബസിനകത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ എപ്പോഴും യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഏത് പോർഷനിൽ നിന്നാണെന്ന് പറഞ്ഞാൽ, നമ്മുടെ എനർജി സ്റ്റോർഡ് എന്ന് പറയുന്ന ആ ഒരു പോർഷനിൽ നിന്നും ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതേപോലെ സ്റ്റേറ്റ്മെൻറ്റ്, കിർച്ചോഫ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കിർച്ചോഫ് ഫസ്റ്റ് ലോ ആൻഡ് കിർച്ചോഫ് സെക്കൻഡ് ലോ, അതേപോലെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ്. ഓക്കെ, ഇതെല്ലാം ഓരോ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ്, റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പിന്നീട് സ്റ്റാർ ഡെൽറ്റ കൺവേർഷൻ ഇല്ലാത്ത ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല എന്ന് തന്നെ പറയാം. ഒന്നുകിൽ ഡെൽറ്റയെ സ്റ്റാർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ചോദിക്കും, അല്ലെങ്കിൽ സ്റ്റാറിനെ ഡെൽറ്റ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ചോദിക്കും. സോ ഇതെന്ന് പറയുന്നത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാർ ഡെൽറ്റ കൺവേർഷൻ എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ഒരു ടോപ്പിക്കാണ് ഈ സ്റ്റാർ ഡെൽറ്റ കൺവേർഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒരുപാട് തവണ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. പിന്നീട് നമ്മളുടെ SC പാർട്ടിലായിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ മെഷ് കറണ്ട് മെത്തേഡ് യൂസ് ചെയ്യാനും അല്ലെങ്കിൽ നോഡ് വോൾട്ടേജ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഇക്വേഷൻസിനെ സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ അൺനോൺസിനെ കണ്ടുപിടിക്കാനായിട്ട് അത്രേ പറയത്തുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഈ മെഷ് കറണ്ട് മെത്തേഡോ നോഡ് വോൾട്ടേജ് മെത്തേഡോ ഏതാണോ തന്നിരിക്കുന്നത് അല്ലെങ്കിൽ ചോദിച്ചിരിക്കുന്നത് ആ മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ഇക്വേഷൻസ് എഴുതി ആ ഇക്വേഷൻസിനെ മെട്രിക്സിലോട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ട് ആ ഇക്വേഷൻസിനെ സോൾവ് ചെയ്യാനായിട്ട് ക്രാമേഴ്സ് റൂൾ യൂസ് ചെയ്ത് അതിൻ്റെ അൺനോൺസിനെ കണ്ടുപിടിക്കുന്നത്. ഇപ്പം ഇതെന്ന് പറയുന്നത് ഒരു essay ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇത്രയും നാളും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ സ്പ്ലിറ്റ് ചെയ്തും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എലമെൻ്ററി കൺസെപ്റ്റ്സ് ഓഫ് മാഗ്നറ്റിക് സർക്യൂട്ട്. എലമെൻ്ററി കൺസെപ്റ്റ്സ് ഓഫ് മാഗ്നറ്റിക് സർക്യൂട്ടിനകത്ത് എപ്പോഴും ചോദിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് നമ്മുടെ ഈ ബേസിക് ടെർമിനോളജിക്കകത്തുള്ള MMF, ഫീൽഡ് സ്ട്രെങ്ത്, ഫ്ലക്സ് ഡെൻസിറ്റി, റിലക്റ്റൻസ്, ഫ്ലക്സ്, ഇതിൻ്റെ എല്ലാം ഡെഫിനിഷൻ അല്ലെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത് ഡിഫൈൻ A റിലക്റ്റൻസ്, B ഫീൽഡ് സ്ട്രെങ്ത്, C MMF എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താണ് അതെന്ന് എഴുതുക, അതിൻ്റെ ഇക്വേഷൻ എഴുതുക, ഇതിൻ്റെ ഇക്വേഷൻ്റെ കൂടെ അതിൻ്റെ യൂണിറ്റും കൂടി എഴുതുക. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ A പാർട്ടിലും B പാർട്ടിലും സ്പ്ലിറ്റ് ചെയ്തും ചോദിച്ച് കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ് A പാർട്ടിലും B പാർട്ടിലും സ്പ്ലിറ്റ് ചെയ്തും റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് കമ്പാരിസൺ ബിറ്റ്വീൻ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് സർക്യൂട്ട്സ്. ഒരുപാട് തവണ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കമ്പാരിസൺ ബിറ്റ്വീൻ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് സർക്യൂട്ട്സ്. പിന്നെ ഈ ഒരു മൊഡ്യൂളിൽ നമ്മുടെ മാഗ്നറ്റിക് സർക്യൂട്ടിനെ റിലേറ്റ് ചെയ്ത പ്രോബ്ലംസ് ഒന്നും തന്നെ വേണ്ട എന്നാണ് 2024 സ്കീമിന്റെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ മൊഡ്യൂൾ 1 എന്ന് പറയുന്നത്. നമുക്ക് മൊഡ്യൂൾ 2ലേക്ക് പോവാം. മൊഡ്യൂൾ 2 നമ്മൾ ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. മൊഡ്യൂൾ 2 സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വെച്ചിട്ടാണ് മൊഡ്യൂൾ 2 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ മൊഡ്യൂൾ 2 ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്ന് നമുക്കറിയാം. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് ഫാരഡേസ് ലോസ് വെച്ചിട്ടാണ് പറയുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ ഫാരഡേസ് ലോ തന്നെ അതിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലം വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഡെറിവേഷൻ, അതായത് എങ്ങനെയാണ് നമ്മൾ ഫാരഡേസ് ലോസ് വെച്ചിട്ട് ഒരു EMF എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഡെറിവേഷൻ എന്താണെങ്കിലും
നമ്മൾ എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും പഠിച്ചിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പൊ എന്താണ് ഫാരഡേസ് ലോ, എന്താണ് ലെൻസസ് ലോ? ഇത് രണ്ടും നമ്മൾ ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ളതൊക്കെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഫാരഡേസ് ലോ അല്ലെങ്കിൽ എന്താണ് ലെൻസസ് ലോ, തിരിച്ചു മറിച്ചും ചോദിച്ചിട്ടുണ്ട്. ദെൻ എന്താണ് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ആൻഡ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF? നമുക്ക് EMF പ്രൊഡ്യൂസ് ചെയ്യും എന്ന് നമ്മൾ പറയും. അങ്ങനെ ഏത് രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന EMF ആണ്? സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന EMF ആണോ, ഡൈനാമിക്കലി ഇൻഡ്യൂസ് ചെയ്യുന്ന EMF ആണോ എന്നൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF, എന്താണ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് നമ്മൾ മനസ്സിലാക്കണം. നെക്സ്റ്റ് എന്താണ്, ഇപ്പൊ നമ്മൾ ഇൻഡക്ടറിനെ പറ്റിയും അതേപോലെ കപ്പാസിറ്ററിനെ പറ്റിയും നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് സെൽഫ് ഇൻഡക്റ്റൻസ്, എന്താണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്? ഓക്കെ, സെൽഫ് ഇൻഡക്റ്റൻസിനെ നമ്മൾ എൽ വെച്ച് റെപ്രസെന്റ് ചെയ്യും, മ്യൂച്വൽ ഇൻഡക്റ്റൻസ് നമ്മൾ എം വെച്ചും റെപ്രസെന്റ് ചെയ്യും. രണ്ടിന്റെയും യൂണിറ്റ് ഹെൻറി തന്നെയാണ്. അപ്പൊ എന്താണ് സെൽഫ് ഇൻഡക്റ്റൻസ്, എന്താണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്, എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ കെ? ഓക്കെ, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ നമുക്ക് നേരത്തെ പണ്ട് തന്നെ പഠിച്ചു വന്നിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാലും നമ്മൾ ഇതിനകത്ത് ഈ ഒരു സിലബസിനകത്ത് ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതാണല്ലോ അതിന്റെ ബേസിക്, ഇലക്ട്രിക്കലിന്റെ ബേസിക് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതേപോലെ ന്യൂമറിക്കൽ പ്രോബ്ലംസിന്റെ ആവശ്യമില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ന്യൂമറിക്കൽ പ്രോബ്ലംസിന്റെ ആവശ്യമേ ഇല്ലാതെ ഉള്ളൂ. ഇടയ്ക്ക് വരുന്ന ഈ കുഞ്ഞു കുഞ്ഞു ഈ ഫാരഡേസ് ലോസ് ഒക്കെ പറയുമ്പോഴൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു ഡെറിവേഷൻസ് നമ്മൾ എപ്പോഴും അറിഞ്ഞു തന്നെ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതും കൂടി എഴുതി വെച്ചാൽ മാർക്കിനനുസരിച്ച് നമുക്ക് ഇതും കൂടി എഴുതി വെച്ചാൽ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഫണ്ടമെന്റൽസ്, അതായത് AC ഫണ്ടമെന്റൽസ് ആണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? DC അല്ല, AC ആണ് നമ്മൾ പഠിക്കുന്നത്. ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ജനറേഷൻ ഓഫ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ്, അതേപോലെ റെപ്രസെന്റേഷൻ ഓഫ് സിനുസോയ്ഡൽ വേവ് ഫോം, എങ്ങനെയാണ് നമ്മൾ സിനുസോയ്ഡൽ വേവ് ഫോംസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ആ സിനുസോയ്ഡൽ വേവ് ഫോമിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ, അതായത് ഇതാണ് നമ്മുടെ ഒരു സിനുസോയ്ഡൽ വേവ് ഫോം എങ്കിൽ ഈ വേവ് ഫോമിന്റെ ഫ്രീക്വൻസി എന്താണ്? ബേസിക് ടെർമിനോളജീസ് ആണ് ഇതെല്ലാം. ഫ്രീക്വൻസി, അതിന്റെ പീരീഡ് അല്ലെങ്കിൽ ടൈം പീരീഡ്, ആവറേജ് വാല്യൂ, RMS വാല്യൂ. RMS വാല്യൂ എന്ന് വെച്ചാൽ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ, എന്താണ് ഫോം ഫാക്ടർ. ഇതെത്രയും എന്ന് പറയുന്നത് ഈ AC ഫണ്ടമെന്റൽസിന്റെ ഏറ്റവും ബോട്ടം ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, എന്താണ് ഫ്രീക്വൻസി, ഒരു സൈൻ വേവ് തന്നാൽ അതിന്റെ ഫ്രീക്വൻസി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, എന്താണ് അതിന്റെ ടൈം പീരീഡ്, എന്താണ് അതിന്റെ ആവറേജ് വാല്യൂ, എന്താണ് അതിന്റെ RMS വാല്യൂ, എങ്ങനെയാണ് അതിന്റെ ഫോം ഫാക്ടർ കണ്ടുപിടിക്കുന്നത്, അതിന്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ്. ഇത്രയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ ഫണ്ടമെന്റൽസ് എന്ന് പറഞ്ഞ് പഠിക്കുന്നത്. ഓക്കെ, പിന്നീടാണ് ഇതിന്റെ AC സർക്യൂട്ടിനകത്ത് തന്നെ നമ്മുടെ ഫേസർ റെപ്രസെന്റേഷൻ ഉണ്ട്. അതായത് സിനുസോയ്ഡൽ ക്വാണ്ടിറ്റീസിന്റെ ഫേസർ റെപ്രസെന്റേഷൻ ഉണ്ട്. അതേപോലെ ഒരു സിനുസോയ്ഡൽ ക്വാണ്ടിറ്റീനെ നമ്മൾ ഫേസർ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് ട്രിഗ്നോമെട്രിക് ഫോമിലേക്കും അതേപോലെ റെക്ടാങ്കുലർ ഫോം, പോളാർ ഫോം, കോംപ്ലക്സ് ഫോം, എങ്ങനെയാണ് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ തന്നാൽ നമുക്കൊരു ക്വസ്റ്റ്യൻ തരികയാണ്, ഒരു റെക്ടാങ്കുലർ ഫോമിൽ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിനെ പോളാർ ഫോമിലേക്ക് മാറ്റാൻ പറയുകയാണ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് അതിനെ ഒന്ന് കൺവേർട്ട് ചെയ്യുന്നത്, തിരിച്ചു മറിച്ചും എല്ലാം ചോദിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ AC സർക്യൂട്ടിന്റെ റെക്ടാങ്കുലർ ഫോം, പോളാർ ഫോം, ബാക്കിയൊന്നുമല്ല. ഓക്കെ, അപ്പൊ നമുക്ക് മാനുവലി ചെയ്ത് നോക്കാം. ഇതല്ല അത് കറക്റ്റ് ആണോ എന്ന് നമുക്ക് കാൽക്കുലേറ്ററിനകത്ത് ചെക്ക് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് അനാലിസിസ് ഓഫ് സിമ്പിൾ AC സർക്യൂട്ട്സ്. നമ്മുടെ AC സർക്യൂട്ട്സിനെ നമ്മളൊന്ന് പഠിക്കാൻ പോവാം, അനലൈസ് ചെയ്യാൻ പോവാം. എങ്ങനെയുള്ള സർക്യൂട്ടിനെയൊക്കെയാണ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്? ഒന്ന് പ്യൂർലി റെസിസ്റ്റീവ് സർക്യൂട്ട്, അതായത് റെസിസ്റ്റർ മാത്രമുള്ള സർക്യൂട്ട്സ്, അതേപോലെ ഇൻഡക്റ്റൻസ് മാത്രമുള്ള സർക്യൂട്ട്സ്, അതേപോലെ കപ്പാസിറ്റൻസ് മാത്രമുള്ള സർക്യൂട്ട്സ്. ദെൻ ഇൻഡക്റ്റീവ് ആൻഡ് കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്താണ്, നമ്മുടെ ഇംപെഡൻസ് എന്താണ്, ഇംപെഡൻസ് എന്ന് പറയുന്നത് എന്താണ്? Z ആണ് അല്ലേ, Z എന്താണ്, അതേപോലെ അത് വരുന്ന ന്യൂമറിക്കൽ പ്രോബ്ലംസ്. ഇതൊക്കെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. ഇത്രയും കാര്യങ്ങൾ വരുന്നതിന്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ്. ഇനി ഇത്രയും കൂടി ശ്രദ്ധിച്ച് ചെയ്യേണ്ടുന്ന അല്ലെങ്കിൽ പഠിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇതിപ്പോ നമ്മളെല്ലാം ഒന്നുകിൽ R അല്ലെങ്കിൽ L അല്ലെങ്കിൽ C വെച്ച് മാത്രം ചെയ്യുന്നതായിരുന്നു.
അതിനുശേഷം നമ്മൾ പഠിക്കുന്നത് കോമ്പിനേഷൻ ആണ്, RL സർക്യൂട്ട്, RC സർക്യൂട്ട് ആൻഡ് RLC സീരീസ് സർക്യൂട്ട്സ്. ഓക്കെ, ഇനി ഇത്രയും സർക്യൂട്ട്സ് എങ്ങനെയാണ് അതിന്റെ ഓരോ ഇപ്പം ആറും എല്ലും ഉള്ള സർക്യൂട്ട് ആണ്, അല്ലെങ്കിൽ ആറും സിയും ഉള്ള സർക്യൂട്ട് ആണെങ്കിൽ, അല്ലെങ്കിൽ ആറും എല്ലും സിയും ഉള്ള സർക്യൂട്ട് ആണെങ്കിൽ എങ്ങനെയാണ് ആ സർക്യൂട്ടിന്റെ ഇംപെഡൻസ് കണ്ടുപിടിക്കുന്നത്, എങ്ങനെയാണ് അതിന്റെ പവർ ഫാക്ടർ കണ്ടുപിടിക്കുന്നത്, എങ്ങനെയാണ് അതിന്റെ ആക്റ്റീവ് പവർ, റിയാക്റ്റീവ് പവർ, അപ്പാരന്റ് പവർ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ പഠിക്കുന്നത്. ഓക്കെ, പവർ ഫാക്ടർ നമുക്കറിയാം, നമ്മൾ പവർ ഫാക്ടറിനെ cos 5 വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആക്റ്റീവ് പവറിനെ നമ്മൾ P വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. P എന്തിലാണ്? ഇൻ കിലോ വാട്ടിലാണുള്ളത്. എന്താണ്? റിയാക്റ്റീവ് പവറിനെ നമ്മൾ Q എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിനെ നമ്മൾ kVAR വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ദെൻ അപ്പാരന്റ് പവറിനെ നമ്മൾ S എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? kVA ആണ്. അപ്പോ പവർ ഫാക്ടർ R, RLC and RC. Sorry, RL, RC and RLC സർക്യൂട്ട്സിന്റെ പവർ ഫാക്ടർ, ആക്റ്റീവ് പവർ, റിയാക്റ്റീവ് പവർ ആൻഡ് അപ്പാരന്റ് പവർ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, അതിന്റെ സിമ്പിൾ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് ഈ പോർഷനിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് എന്താണ്? ഈ ഒരു AC സർക്യൂട്ട്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ള 3 phase AC സിസ്റ്റത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ജനറേഷൻ ഓഫ് 3 phase വോൾട്ടേജ്. ഇതുവരെ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരൊറ്റ വോൾട്ടേജിന്റെ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി നമ്മൾ എന്താ പറയാൻ പോകുന്നത്? 3 വോൾട്ടേജിന്റെ കാര്യമാണ്. ഓക്കെ, അതായത് 3 ഫേസ് വോൾട്ടേജസ്. എന്താണ് ഒരു 3 phase വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ? എന്താണ് ഒരു സിംഗിൾ ഫേസ് വോൾട്ടേജിന്റെയും 3 phase വോൾട്ടേജിന്റെയും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും? ഓക്കെ, അത് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ, ഏതെങ്കിലുമൊക്കെ രീതിയിൽ മാരം തിരിഞ്ഞൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഇതിന്റെ തന്നെ, അതായത് 3 phase സിസ്റ്റത്തിന്റെ സ്റ്റാർ ആൻഡ് ഡെൽറ്റ കണക്ഷൻസ്, അത് ബാലൻസ്ഡ് മാത്രം മതി, അൺബാലൻസ്ഡ് ഒന്നും ആവശ്യമില്ല, ബാലൻസ്ഡ് കണക്ഷൻ മാത്രം മതി. അതേപോലെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ഏറ്റവും വേണ്ടുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ് റിലേഷൻ ബിറ്റ്വീൻ ലൈൻ ആൻഡ് ഫേസ് വോൾട്ടേജസ്. ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും. ഇപ്പൊ നമുക്ക് 3 വോൾട്ടേജ് ഉണ്ട്, ആറും വൈയും ബിയും ഫേസിലുള്ള 3 വോൾട്ടേജ് ഉണ്ട്. അപ്പൊ എന്താണ് ഈ ഫേസ് വോൾട്ടേജും ലൈൻ വോൾട്ടേജും തമ്മിലുള്ള ഡിഫറൻസ്? അതേപോലെ വോൾട്ടേജ് മാത്രമല്ല, ലൈൻ ആൻഡ് ഫേസ് കറണ്ട്, ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും, അതേപോലെ ലൈൻ കറണ്ടും ഫേസ് കറണ്ടും, ഇത് തമ്മിൽ എന്താണ് ഒരു റിലേഷൻ? അതിനൊരു പർട്ടിക്കുലർ റിലേഷൻ ഉണ്ട്. അത് വെച്ചിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ 3 phase AC സിസ്റ്റം ഭയങ്കര സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ച് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളുടെ ബേസ് ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ഫസ്റ്റ് 2 modules. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഫസ്റ്റ് 2 modules. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ ഇതുവരെ ചോദിച്ച് കണ്ടിട്ടുള്ള, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, 1 ഫാരഡേസ് ലോ ആണ്, 2 ലെൻസസ് ലോ, ദെൻ സെൽഫ് ഇൻഡക്റ്റൻസും മ്യൂച്വൽ ഇൻഡക്റ്റൻസും കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് വെച്ച് ഇത്രയും നാൾ ചോദിച്ചിട്ട് ചെറിയ ചെറിയ പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പ്രോബ്ലംസ് ഇല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ അത് എന്താണ് എന്ന് ചോദിച്ചേക്കാം. ഓക്കെ, പിന്നീട് ചോദിച്ചു കണ്ടിട്ടുള്ളത് നമുക്ക് ഒരു ഒരു വേവ് ഫോം തന്നിട്ട് അതിനകത്തുനിന്ന് നമ്മളുടെ ആവറേജ് വാല്യൂം RMS വാല്യൂം കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ഫ്രീക്വൻസിയും ടൈം പീരീഡും കണ്ടുപിടിക്കാനും ചോദിച്ചിട്ടുണ്ട്. ഇനി ഫോം ഫാക്ടറിന്റെ ഇക്വേഷൻസ് വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാനും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതിനകത്ത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്ന് റെക്ടാങ്കുലർ പോളാർ ഫോമിലായിട്ടുള്ള കൺവേർഷനാണ്. ഇതുവരെ അതെല്ലാം ന്യൂമറിക്കൽ പ്രോബ്ലംസിലായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിനകത്ത് ന്യൂമറിക്കൽ പ്രോബ്ലംസിന് എടുത്ത് പറഞ്ഞിട്ടില്ല. എന്താണേലും നമുക്ക് നോക്കാം. പിന്നെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് മെയിനായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇംപെഡൻസ് കണ്ടുപിടിക്കാൻ, അതായത് സിമ്പിൾ ഇംപെഡൻസും അതേപോലെ കമ്പൈൻഡ് ആയിട്ട് വരുമ്പോൾ ഉള്ള ഇംപെഡൻസ് കണ്ടുപിടിക്കാനും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇതുവരെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിനകത്ത് നമ്മളുടെ എസ്എ പാർട്ടിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, നമ്മളുടെ ഇത്രയും പോർഷൻസിൽ നിന്നുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത് നമ്മൾ എസ്എ പാർട്ടിൽ എപ്പോഴും ചോദിച്ച് കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അതിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. 2019 സ്കീമിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് റെഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സിലബസ് ആണ്. അത് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ കുറേ റെഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സിലബസ് ആണ് 2024 സ്കീമിൽ കൊടുത്തിരിക്കുന്ന സിലബസ് എന്ന് പറയുന്നത്. അതേപോലെ നമ്മുടെ BTech MEDC ചാനലിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്, www.btechmedc.com. അപ്പോൾ 2024 സ്കീം പ്രകാരം ബേസിക് ഇലക്ട്രിക്കലിൻ്റെ സിലബസും മെറ്റീരിയൽസും നമ്മൾ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ
ഇൻക്ലൂഡഡ് ആണ്. 2019 സ്കീം പ്രകാരം ഓൾറെഡി നമ്മൾ വീഡിയോസും മെറ്റീരിയൽസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മളുടെ വെബ്സൈറ്റിൽ. അപ്പോൾ പുതിയ സ്കീമിൽ ഇത്രയും ചേഞ്ചസ് ആണ് ഉള്ളത്. ഒരുപാട് ഡെറിവേഷൻസ് അവർ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ പലയിടത്തും ന്യൂമറിക്കൽ പ്രോബ്ലംസ് വേണ്ട എന്നും പറഞ്ഞിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നീട് നമ്മുടെ ഈ 2024 സ്കീമിനനുസരിച്ചിട്ടുള്ള മൊഡ്യൂൾ വൈസ് പ്ലേലിസ്റ്റും നമ്മളുടെ വെബ്സൈറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ലിങ്ക്സ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനും മെറ്റീരിയൽസിനും നമ്മളുടെ ചാനൽ വിസിറ്റ് ചെയ്യാം. താങ്ക് യു.